അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനുകളെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ വയറ് നിറച്ച് വാരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്ന് പലരും ഹോട്ടൽ ഭക്ഷണമാണ്, വീട്ടിൽ നിന്ന് പാചകം ചെയ്യലേ കുറവാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് വലുത്. അവർക്ക് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്, അതുമാത്രമേ അവർ ശ്രദ്ധിക്കൂ. നല്ല വൃത്തിയും വെടിപ്പുമുള്ള ലൈസൻസ് ഉള്ള ഹോട്ടലാണോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഹോട്ടൽ ഭക്ഷണം കഴിക്കാം. ഒരു കുടുംബമാണ് ഇന്ന് കണ്ണീരിലായത്. വല്ലാത്തൊരു വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. നമ്മളൊക്കെ റമദാനിനെ വരവേൽക്കാൻ ഏറെ സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ്. ആ കുടുംബവും അങ്ങനെ തന്നെയാണ്. റമദാനിലെ എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ആകസ്മികമായ മരണം അവരെ പിടികൂടിയത്. വിഴിഞ്ഞത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേര് മരണപ്പെട്ടു എന്ന ഒരു വാർത്ത അങ്ങേയറ്റം ഞെട്ടലിലൂടെയാണ് നമ്മളൊക്കെ കേട്ടത്. നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, ഷാജി എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ കഴിച്ചിരിക്കുന്നത് കണവാത്തോരനും മീൻമുട്ടയും പിന്നെ പൊറോട്ടയും അപ്പവുമാണ്. എന്നിവ കഴിച്ചാണ് ഈ മരണത്തിന് കാരണമായതെന്ന് പറയുന്നു. ഈ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഇവർക്ക് കഠിനമായ നെഞ്ചുവേദന ഉണ്ടായത്രേ. പിന്നെ നാവ് തളർന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണ് നിലമേലിലുള്ള ഒരു കുടുംബത്തിലെ 2 പേര് മരണപ്പെട്ടത്. ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് കൊല്ലം വിഴിഞ്ഞത്ത് അസ്മാക്ക് എന്ന ഒരു ഹോട്ടലിൽ നിന്നാണത്രേ. ആ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് നിലമേൽ സ്വദേശികളായ ഒരേ കുടുംബത്തിലുള്ള 2 പേര് മരണപ്പെട്ടത്. ഈ ഒരു സംഭവമായിട്ട് നടുക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലമേൽ സ്വദേശി റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് ഇന്നലെ രാത്രിയോടെ മരണപ്പെട്ടത്. ഈ സംഭവമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരിക്കുന്ന കണ്ണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അവരാണ് മാധ്യമങ്ങളോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. രാത്രി 9 മണിയോടെ ഇവർ 6 അംഗ കുടുംബം നിലമേൽ നിന്നും വിഴിഞ്ഞത്തേക്ക് യാത്ര പോയത്. അങ്ങനെ 11 മണിയോടെ വിഴിഞ്ഞത്തെ അസ്മാക്ക് ഹോട്ടലിൽ നിന്നും കണവാത്തോരൻ, മീൻമുട്ട, പൊറോട്ട, അപ്പം എന്നിവ ഇവർ കഴിച്ചു. അങ്ങനെ ഇവരുടെ മടക്കയാത്രയിൽ പുലർച്ചെ 1 മണിയോടെയാണ് റഷീദ ബീവിക്ക് ആദ്യം ശരീര അസ്വസ്ഥത ഉണ്ടാകുന്നത്. പിന്നെ റഷീദ ബീവിക്ക് പെട്ടെന്ന് നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. സംസാരിക്കാൻ കഴിയാതാവുകയും നാവ് തളർന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൂടെയുണ്ടായിരുന്ന കണ്ണൻ പറയുന്നത്. ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 6 പേരിൽ 4 പേർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്രേ. മരണപ്പെട്ട ഷാജിയുടെ ഭാര്യ സജ്ന, അവരുടെ നില ഗുരുതരാവസ്ഥയിലാണ്. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫിയാക്കി കൊടുക്കട്ടെ, അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ, ആമീൻ. അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഷാജിയുടെ ഭാര്യ. ഷാജിയുടെ മയ്യത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും റഷീദ ബീവിയുടേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത്. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന കൂടെ പോയിരുന്ന ഒരു കണ്ണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ ഒരു മരണത്തിന്റെ കൃത്രിമമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തെന്നായാലും ഹോട്ടൽ ഭക്ഷണം അവർക്കത് ജോലിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് നല്ല ഹോട്ടലുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചില ഹോട്ടലുകളൊക്കെ നമ്മൾ ചെന്നാൽ കാണാം ബംഗാളികളാണ് അവിടെ പാചകം ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ റമദാനാണ്, അധിക പേരും പുറത്തുള്ള ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്ന നാളുകളാണ്. നമ്മുടെ വയറും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു നാളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തു നിന്നും ഭക്ഷണം പരമാവധി ഈ റമദാൻ മാസം ഒഴിവാക്കുക. നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. പടച്ച റബ്ബ് എല്ലാവരും തൊട്ട് കാക്കട്ടെ. ഈ മരണപ്പെട്ടുപോയ ഈ 2 വ്യക്തികൾക്കും പടച്ച റബ്ബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഈ മാസത്തിൻ്റെ പവിത്രത ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഇവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ.
പടച്ച റബ്ബേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഈ മാസത്തെ പ്രത്യേകത കൊണ്ട് പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.